ടീച്ചറിൻ്റെതായി ഗൗരവത്തിൽ സംസാരിക്കാൻ അതിനുള്ള റിപ്ലൈ ഞാൻ ഇപ്പോൾ അങ്ങ് തരുകയാണ്. ചേട്ടൻ്റെ പേര് വീടിൻ്റെ ഗേറ്റിൽ മോളിച്ചവർക്ക് വേണ്ടി അമ്മച്ചിതായിരുന്നു പത്രം വായിക്കുകയാണ്. അമ്മച്ചിക്ക് വീഡിയോയിൽ വരാനൊന്നും വലിയ താല്പര്യം. ചേട്ടൻ അങ്ങനെ ഉച്ചയ്ക്ക് ചോറുണ്ണാൻ വന്നിരിക്കുകയാണ്. സുഹൃത്തുക്കൾ ചോറുണ്ണാൻ വന്നിരിക്കുകയാണ്. എന്തോന്നാ ആൻസ് കുട്ടനാണെങ്കിൽ എൻ്റെ ഈ സൈഡ് ആണ്ട പോയി. ആൻസ് കുട്ടനാണെങ്കിൽ ഇതാ ഇവിടെ ഹായ്, ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഒഫീഷ്യലായിട്ട് അങ്ങ് പറയാമെന്ന് വിചാരിച്ചു. ഏതാണെങ്കിലും ഞങ്ങൾ രാവിലെ എഴുന്നേറ്റിട്ട് ഭയങ്കര ഡ്യൂട്ടിയിലാണ് കേട്ടോ. ഒരു കട്ടനൊക്കെ ഇട്ട് കുടിച്ച് ഞാനും ആൻസ് കുട്ടനും കൂടിയിട്ട് പൂച്ചെടി നനയ്ക്കാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പം ഇന്നലെ നമ്മൾ രണ്ട് സൈഡിലായിട്ടാണ് ഇവിടെ ഗാർഡനിങ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ആൻസൂട്ട് നിൽക്കുന്നുണ്ടോ? ഒന്ന് ഗേറ്റിൻ്റെ അങ്ങാ സൈഡിലും ഒന്ന് ഗേറ്റിൻ്റെ ഇങ്ങാ സൈഡിലും, വീടിൻ്റെ രണ്ട് വശത്തായിട്ടാണ്. അപ്പം ആ സൈഡ് നമ്മൾ ഇന്നലെ തന്നെ നനച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഭയങ്കര ചൂടായിരുന്നു. ചൂടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്യായ ചൂട്. നമ്മുടെ വാട്ടർ ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഹോട്ട് വാട്ടർ ആയിരുന്നു, നല്ല തിളച്ച വെള്ളം. അപ്പം ഞാൻ ഇന്നലെ ഇങ്ങനെ പറയുമായിരുന്നു, ചപ്പാത്തി കുഴയ്ക്കാനോ ഇടിയപ്പത്തിന് കുഴയ്ക്കാനോ വെള്ളം ഇനി പ്രത്യേകിച്ച് ചൂടാക്കേണ്ട കാര്യമൊന്നുമില്ല. വാട്ടർ ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളം നേരെ എടുക്കുന്നു, മാവിലേക്ക് ഒഴിക്കുന്നു, കുഴയ്ക്കുന്നു. നല്ല തിളച്ച് മറിഞ്ഞ് കിടക്കുന്ന ചൂടായിരുന്നു. അപ്പോൾ തിളച്ച വെള്ളം എന്ന് വെച്ചാൽ അതിൽ ഏറ്റവും ബുദ്ധിമുട്ടുണ്ട് ആൻസ്. ഇന്നലെ ഭയങ്കര കോമഡി ഉണ്ടായി. ആൻസിൻ്റെ പേരൊക്കെ ടോയ്ലറ്റിൽ പോയിട്ട് ആൻസ് എന്നെ വിളിച്ചേക്കത്, ഇത്രയും ചൂടല്ലേ പക്ഷേ വെള്ളം തണുത്ത ഐസ് പോലെയാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിലേക്ക് അവൻ്റെ അവർക്ക് ഒഴിച്ച് ചുട്ട് പൊള്ളിപ്പോയി. അത്രയ്ക്ക് ചൂട്. ഇതിന് മാത്രം ചൂടുമായിട്ട് സൂര്യൻ പണിതന്നെ എന്താ വരുന്നുണ്ട് കണ്ടോടാ. അതോ നിൻ്റെ പുറകിൽ വന്ന് ഇപ്പുണ്ട്, നിൻ്റെ പുറകിൽ വന്നതോ നിൽക്കുന്ന. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ അത്രയ്ക്ക് ചൂടായതുകൊണ്ട് ഈ പൂച്ചെടിയിലേക്ക് ഈ ചൂട് വെള്ളം ഒഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനാണ് ആൻസുകുട്ടനോട് പറഞ്ഞത്, നമുക്ക് ആ സൈഡ് നനച്ചോ കുഴപ്പമില്ല, പക്ഷേ ഇവിടെ ഈ റോസയൊക്കെ ആയതുകൊണ്ട് എങ്ങാനും വാടി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ പൊന്നോ അതിൽ പല സങ്കടം വേറെ ഒന്നും ഇല്ലല്ലോ എന്ന്. അതുകൊണ്ട് ഈ റോസയിൽ നിന്ന് ഒത്തിരി വെട്ടാനുണ്ട് കേട്ടോ. ഈ റോസയിൽ നിന്ന് ഒത്തിരി വെട്ടാനുണ്ട് കണ്ടാ. ചൂട് കാരണമായിട്ട് റോസ ചെടിയുടെയൊക്കെ ഈ ഇലയൊക്കെ അങ്ങോട്ട് ഒരുമാതിരി മുരടിച്ച് നിൽക്കുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ രാവിലെ നനയ്ക്കാമെന്ന് വിചാരിച്ചേ. പക്ഷെ വൈകിട്ട് വേണമെങ്കിൽ എടാ ആ കല്ലിലിട്ട് വലിയുമ്പോൾ ചിലപ്പോൾ അത് ഹോസ് പൊട്ടിപ്പോട്ടാ, നോക്കിയൊക്കെ എടുക്കണം. ഞാൻ പുതിയൊരു ഹോസ് വാങ്ങിയതാണ് നമ്മൾ, പഴയ ഹോസ് ഇത്ര നീളം ഇല്ലാത്തതുകൊണ്ട്. വന്നിട്ട് കല്ലേന്നങ്ങ് എടുത്തേടാ ആൻസേ. ഈ ഭാഗം നിറച്ച് റോസത്തോട്ടം മാത്രമാക്കി മാറ്റണം എന്ന് പറയുന്നത് കേട്ടു. ആ സൈഡ് പിന്നെ ചെത്തി, ചെമ്പരത്തി അങ്ങനെ അല്ലറ ചില്ലറ ചെടികളൊക്കെ കൂടുതലായിട്ട് ഉള്ളത്. ആൻസിൻ്റെ ഗാർഡനിങ് തോട്ടക്കാരൻ. ഇത് പോയല്ലടാ. ഇല്ല പോയിട്ടില്ല. കടന്നൽക്കൂട്ടിൽ ഹിറ്റ് അടിച്ചാൽ മതി നമുക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹിറ്റ് വീട്ടിലില്ലല്ലോ, പിന്നെ എന്ത് ചെയ്യുക, കടയിലിരിപ്പുണ്ട്. കടയിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന എല്ലാം വീട്ടിലേക്ക് എടുത്താൽ പിന്നെ കടയിൽ എന്തോ ഉണ്ടാവും. അപ്പോൾ നിലവിൽ നമ്മൾ അവിടെ നിന്ന് കടയിൽ നിന്ന് പഞ്ചസാര എടുക്കാറുണ്ട്, സോപ്പ് എടുക്കാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ആൻസൂട്ടിന് ബിസ്ക്കറ്റ് എടുക്കാറുണ്ട്, പിന്നെ കടയിൽ പോകുമ്പോഴെല്ലാം ഐസ്ക്രീം എടുത്ത് തിന്നാറുണ്ട്. അതിപ്പോൾ ഈ ചൂട് കാരണമായതുകൊണ്ട് പിന്നെ ഒന്നും പറയത്തില്ല കേട്ടോ. ചേട്ടൻ്റെ പേര് വീടിൻ്റെ ഗേറ്റിൽ മോളിൽ കൂടി വവ്വാലും ആണോ നോക്കിക്കേ. വവ്വാൽ എന്നെ മേത്ത് നനയ്ക്കല്ലേടാ, മേത്ത് നനയ്ക്കല്ലേന്ന്. നീ എന്തിനാ ആ കല്യാണിക്ക് നനച്ചു കൊടുത്തതാ? വേണ്ട അതിനോ നിക്കറിലുണ്ട് എന്തുവാടാ ഈ പറയണത്? എൻ്റെ മേത്തേക്ക് നനയ്ക്കല്ല ചെറുക്കാ.
നിക്കർ മൊത്തം നനഞ്ഞാ പറയടാ. തോട്ടക്കാരൻ എൻ്റെ മേത്തേക്ക് വെള്ളം കോരി ഒഴിച്ചു ഗൈസ്. നിങ്ങൾ അതിന് എന്തെങ്കിലും മറുപടി പറയണം. അല്ലടാ നിന്നെ കണ്ടോ? അപ്പതാ ഇവിടെ നിൽക്കുന്നത് സേഫ് ആണോ എന്ന് അറിയാൻ പാടില്ല, എന്നാലും ചുമ്മാ ഇവിടെ നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മതിലെന്താ അവിടെ വെച്ച് നിർത്തിയത്, ഈ പൂച്ചെടി ഇരിക്കുന്ന ഭാഗം ത്തേക്ക് ഇറക്കി എന്തുകൊണ്ട് മതിൽ പണിതില്ലാന്ന്. എനിക്കും ഇങ്ങനെ ഒരു സംശയം ഉണ്ടായതുകൊണ്ട് ഞാൻ ചേട്ടനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് വീടിന് ചുറ്റുമുള്ള അളവനുസരിച്ചാണ് മതിൽ കെട്ടിയിരിക്കുന്നത്. വീടിന് ചുറ്റും ഇത്രയും മുറ്റം വേണമെന്നുള്ള അളവിൻ്റെ അടിസ്ഥാനത്തിൽ മതിൽ കെട്ടി. അപ്പോൾ ഇങ്ങോട്ട് വന്ന ഭാഗം ഇങ്ങനെ അന്ന് ഉണ്ടാക്കി വെച്ചു. പിന്നെ അവിടെ മതിൽ പണിയാൻ പറ്റിയില്ല. ഒരു കാര്യം അങ്ങ് മുടങ്ങി പോകുമല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ മതിൽ പണിയാൻ പറഞ്ഞ് ഞാൻ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ ഇതുപോലൊരു കെട്ടുണ്ടല്ലോ, അതിൻ്റെ മുകളിലായിട്ട് പണിതാൽ നല്ല കരിങ്കൽ കെട്ടൊക്കെ തന്നെയാണ്. അപ്പോൾ മതിൽ പണിതിട്ടുണ്ടെങ്കിൽ അപ്പോൾ മനഃപൂർവ്വം വെള്ളം ഒഴിക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ കോളാമ്പിച്ചെടിയെല്ലാം മാറ്റിയിട്ട് അവിടെ വേറെ എന്തെങ്കിലും വയ്ക്കുകയാണെങ്കിൽ അതൊന്നുകൂടി ഭംഗിയായിരിക്കും. പക്ഷേ ഈ പൂച്ചെടി കാണാൻ പറ്റില്ലടാ, ഈ കോളാമ്പിയെല്ലാം കൂടെ നിൽക്കുന്നതുകൊണ്ട്. പറിച്ചു കളയാതെ വെട്ടിയിട്ട് കുറ്റിയാക്കി നിർത്തി. എന്നാളൊന്ന് വെട്ടിയതാ, കുറ്റിയാകത്തില്ല അത്. അമ്മച്ചിയാണെങ്കിൽ പത്രവായനയിലാണ്. ഒത്തിരി പേര് ചോദിച്ചു അമ്മച്ചി എവിടെ എന്നതാ. അമ്മച്ചി ഇതായിരിക്കുന്നു. അമ്മച്ചി എവിടെയെന്ന് ചോദിച്ചവർക്ക് വേണ്ടി അമ്മച്ചി ഇതായിരുന്നു പത്രം വായിക്കുകയാണ്. അമ്മച്ചിക്ക് വീഡിയോയിൽ വരാനൊന്നും വലിയ താല്പര്യമൊന്നുമില്ലേ. അമ്മച്ചിയുടെ സൗന്ദര്യത്തിലൊക്കെ കോട്ടം തട്ടിയിരിക്കുന്നത് കൊണ്ട്. കാരണം അമ്മച്ചി ക്ഷീണിച്ചു പോയി, അസുഖമൊക്കെ ആയതുകൊണ്ടൊക്കെ അമ്മച്ചിക്ക് കോൺഫിഡൻസ് കുറവാണ് കൂട്ടുകാർ. അവിടെയുള്ള വാഴത്തോട്ടാണ് കേട്ടോ. പണ്ടൊക്കെ ഈ റോഡിൽ കൂടി ഇങ്ങനെ രാവിലെ ഈ സമയത്ത് ഞാൻ രാവിലെ കോളേജിൽ പോവില്ലായിരുന്നു. കോളേജ് ബസ്സല്ലാതെ സാധാരണ ലൈൻ ബസ്സിന് പോകുന്ന സമയത്തൊക്കെ ഈ വഴിക്ക് അവിടെയൊക്കെയല്ലേ പോയിക്കൊണ്ടിരുന്നത്. ഈ വഴി ഓർക്കുന്നില്ല എല്ലാവരും. ഈ വഴിയിൽ കൂടിയായിരുന്നു സുഹൃത്തുക്കളെ അന്ന് ഞാൻ വന്നുകൊണ്ടിരുന്നത്. പണ്ടിവിടെ വാഴത്തോട്ടമായിരുന്നു. അന്ന് നമ്മളിവിടെ വന്ന ഓണത്തിന് വാഴയിലയൊക്കെ വെട്ടിക്കൊണ്ട് പോയതാണ്. അതിന് ശേഷം ഈ പറമ്പിപ്പോൾ വിറ്റ് വേറൊരാൾ വാങ്ങി പ്ലോട്ട് തിരിച്ചൊക്കെ വിൽക്കാൻ തുടങ്ങുന്നു. അതിൻ്റെ ഇടയ്ക്ക് കപ്പ, വാഴ, പിന്നെന്താ പയർ, ചോളം, പ്ലാവ്, അങ്ങനെ കുറേ എന്തൊക്കെയോ കൃഷിയെല്ലാം നട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ വരുമ്പം ഈ വീടിൻ്റെ വീഡിയോയും ഇങ്ങനെ ഞാൻ എടുക്കാറുണ്ടായിരുന്നു അല്ലേ. ആരെങ്കിലുമൊക്കെ ഓർക്കുന്നുണ്ടോ? ബോഗൻവില്ല നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നിറച്ച് പൂവും ഉണ്ടാകും. വലിയ വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ നമ്മളിത് ആ വഴി നമ്മുടെ തോട്ടിലേക്ക് പോകുന്നത്, നമ്മുടെ തോടൊക്കെ നിറഞ്ഞ് കവിഞ്ഞൊക്കെ വീഡിയോ പിടിച്ചതൊക്കെ ആ വഴിയായിരുന്നു. ചേട്ടൻ്റെ വീടൊക്കെ മലയുടെ ഒക്കെ മണ്ടൊക്കെ ആയിട്ട് വരും. അപ്പോൾ അവിടെയൊക്കെ കയറി കഴിയുമ്പോൾ നല്ല നിരന്ന പ്രദേശമാണ്. വഴി വേറെ സൈഡിൽ കൂടെ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഭാഗമാണ് നെയ്ശ്ശേരി എന്നൊക്കെ പറയുന്നത്. നെയ്ശ്ശേരി പള്ളിയൊക്കെ ഇരിക്കുന്ന ആ ഭാഗമാണ് കേട്ടോ. കാരണം നെയ്ശ്ശേരി പള്ളിയിൽ പെരുന്നാളിന് ഇങ്ങനെ വെടിമരുന്ന് പ്രയോഗമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ലൈറ്റ്നിങ് ഒക്കെ നമുക്ക് കാണാമായിരുന്നേ. ഇങ്ങനെ ഇടിമിന്നലൊക്കെ പോലെ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. അപ്പം നമ്മളിത് ഈ വഴിയിൽ കൂടി എല്ലാം സഞ്ചരിച്ചു കൊണ്ടിരുന്നതാണ്. നമ്മുടെ ബോഗൻവില്ല കാണാൻ നല്ല രസമുണ്ടത്. പിന്നെ നമ്മൾ ഇതുപോലെ വന്ന് നേരെ അങ്ങ് പോകുമായിരുന്നു. പക്ഷേ വീട്ടിലൊന്നും ആരും കാണാറൊന്നുമില്ലായിരുന്നു കേട്ടോ. വല്ലപ്പോഴും അങ്ങനെ ഒരു ദിവസമാണ് ഈ വീട്ടിലെ ചേട്ടൻ അങ്ങനെ നിൽക്കുന്നുണ്ടൊക്കെ. പിന്നെ ഗേറ്റ് രാവിലെ തുറക്കാറില്ല, ഗേറ്റ് പൂട്ടിയേക്കുമായിരിക്കും നമ്മൾ പോകുന്ന സമയത്തൊക്കെ. ചിലപ്പോഴൊക്കെ ഗേറ്റ് തുറക്കാറുള്ളൂ. അല്ലെങ്കിൽ ചേട്ടൻ ഇതിനകത്ത് കാണും. ഇതിനകത്ത് ചെടിക്ക് സംരക്ഷണമൊക്കെ ആയിട്ട്, ചെടി സംരക്ഷകനൊക്കെ ആയിട്ട് കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അടിയിൽ നിൽക്കുന്ന അത്ര സേഫ് അല്ല. അതായത് തേങ്ങാക്കൊല ചാടാൻ തയ്യാറെടുത്തുകൊണ്ട് നിൽക്കുകയാണ്. തേങ്ങ ഇല്ല, കുഞ്ഞു തേങ്ങയാണേ. കുഞ്ഞു തേങ്ങ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞു തേങ്ങ. അങ്ങനെ അവിടെ ആൻസൂട്ടിൻ്റെ ഈ സൈഡൊക്കെ നനച്ചോടാ. അതേടാ ഇവിടെ നനച്ചില്ലടാ വെച്ചേ. ഈ 2 ചെടി അതും നനച്ചിട്ടില്ല. എടാ വെള്ളം കളയലടാ. എടാ അവിടെ ഒരു തുണി വെയിലത്തിടാനുള്ളതാടാ. ബി എന്നല്ല എഴുതിയേക്കണതാ. ബിയാ, എനിക്കിവിടെ നോക്കിയാൽ കാണാം. അത് ബിന്ദു. ഇവിടെ തുണി ഇടാനുള്ള, നീ നനച്ചിട്ട് കഴിഞ്ഞാൽ ഞാനിങ്ങനെ തുണി ഉണങ്ങാനിടും. ഞാൻ രാവിലെ ചായ കുടിച്ച ഗ്ലാസ്സായിരിക്കുന്നത്. ചോട് നനച്ചു കൊടുക്കടാ. ഇലയും നനഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. തൽക്കാലം ഇപ്പോൾ ചോട് നനച്ചു കൊടുക്കും.
എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ പേരെന്താണെന്ന് അറിയാമോ ആർക്കെങ്കിലും? ഇല ഇതാണ്, അപ്പോൾ ഈ മഞ്ഞയാണ്. ഗൂഗിളിലൊന്ന് നോക്കിയാൽ മതി പേര് കിട്ടാനായിട്ട്. കടന്നലിന് ദൈവത്തെ ഓർത്ത് ഇളക്കരുത്, ചോട്ടിലേക്ക് ഒഴിക്കണം. അതുപോലെ ഈ വള്ളിച്ചെടിയുടെ ചോട് എവിടെയാണെന്ന് നിനക്ക് അറിയാം? അവിടെ വച്ചേ ഏതാ? ഈ കാണുന്നതല്ലേ? ദേ കാണുന്നതല്ലേ? ഇപ്പോഴാട്ടെ കണ്ടേ? ആ ചെടി വെക്കാതെ ഈ ചെടി അരിക്കട വെക്കുമായിരുന്നു, പിന്നെ ഒരു ഭംഗിയുണ്ടായിരുന്നു. പിന്നെ പൊടി കയറാതിരിക്കും ഇച്ചിരി പൊങ്ങിയ ചെടിയാണെങ്കിൽ. കടന്നലോട്ട് യുദ്ധം നടത്തി കൊത്തുമാങ്ങി അവിടെ കറിയുന്ന കരഞ്ഞോണ്ട്. ആ കടന്നലിനടുത്ത് കളയാൻ പറഞ്ഞിട്ട് ചേട്ടൻ കളഞ്ഞുമില്ല. അപ്പോൾ ഇവർ അപ്പനും മോനും ഭയങ്കര അഭിനയത്തിലാണ്. ഇപ്പോൾ അഭിനയ കുലപതികളായിക്കൊണ്ടിരിക്കുക. എൻ്റെ 1 മിനിറ്റ് കുക്കിങ്ങൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇവരുടെ വീഡിയോയാണിപ്പം. 1 മിനിറ്റ് കുക്കിങ്ങിനേക്കാൾ ഫാൻസ് കൂടുതൽ ഇപ്പോൾ ഇവരുടെ കോംബോ കാണാനാന്ന് തോന്നുന്നു. എനിക്ക് തോന്നി ഇവരുടെ കോംബോ ആളുകൾ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ടെന്ന്. അപ്പം നോർമലി നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ആക്കിയേ ഉള്ളൂ. എടാ അല്ലെങ്കിൽ തന്നെ ഓർമ്മ ഇപ്പം കണ്ട് പറഞ്ഞു. എടാ നീയേ ഇപ്പം കടന്നലിന് നിളക്കണ്ട, അതിനെ നമുക്ക് കത്തിച്ചളയാം. ചെടിയൊന്നും കത്തുവൊന്നുമില്ല, ഒരു ഇച്ചിരി കടന്നലിനെ കത്തിക്കുമ്പോൾ. അതിൽ നിന്ന് ആരും രക്ഷപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറന്ന് വന്ന് നിന്നെ കൊത്തിക്കോളും. ഞാൻ പോട്ടെ. പൂച്ചെടിയൊക്കെ നനച്ച് കഴിഞ്ഞപ്പം നമ്മുടെ തോട്ടക്കാരന് തണുക്കുവാണ് എന്ന് പറഞ്ഞ് പൊതച്ചു മൂടി കയറി കിടക്കുവാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. നമ്മുടെ തോട്ടക്കാരൻ ഇതാ കിടക്കുന്നു. ഇതിനകത്ത് നമ്മുടെ തോട്ടക്കാരൻ ചുരുണ്ടുകൂടി കിടക്കുകയാണ് സുഹൃത്തുക്കളെ. ചുരുണ്ടുകൂടി. ഇവിടെ നോക്ക്. ആ കണ്ണൊന്ന് തെളിക്കാവോ? ഓക്കെ, സെറ്റ്. ദാ തോട്ടക്കാരൻ ഇവിടെ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് ഞാൻ എൻ്റെ ജോലിയിലേക്കൊക്കെ അങ്ങ് പോവുകയാണ്. ഹലോ. പിന്നെ ആസ് എ ടീച്ചർ എന്ന നിലയിലൊന്നും നമുക്ക് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവരും പറയും ടീച്ചറല്ലേ, ടീച്ചറിൻ്റേതായ ഗൗരവത്തിൽ സംസാരിക്കാം. അതിനുള്ള റിപ്ലൈ ഞാൻ ഇപ്പോൾ അങ്ങ് തരുകയാണ്. ഞാൻ നിൽക്കുന്നത് അൽനസർ LLB ക്ലാസ് റൂമിലുമല്ല. എൻ്റെ മുന്നിലിരിക്കുന്നത് എൻ്റെ സ്റ്റുഡൻസുമല്ല. അവരുടെ അടുത്ത് പോരെ ഞാനൊരു ടീച്ചറായിട്ട് നിൽക്കുന്നത്. ഞാൻ നിങ്ങളുടെ അടുത്ത് സാധാരണക്കാരായ ഒരു ഹൗസ് വൈഫായിട്ടോ അല്ലെങ്കിൽ ഒരു യൂട്യൂബറായിട്ടോ ഒക്കെ, അല്ലാണ്ട് ഒരു ടീച്ചിങ് പ്രൊഫഷനിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും പറയേണ്ട രീതിയിലാണെങ്കിൽ ആ രീതിയിൽ പറഞ്ഞാൽ പോരെ. അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലുള്ള രീതിയിൽ പിന്നെ ഇത് ആർട്ടിഫിഷ്യലായിട്ട് മേക്ക് ചെയ്യുന്ന വീഡിയോ ഒന്നുമല്ല. ഞാൻ എങ്ങനെ വീട്ടിൽ സംസാരിക്കുന്നു, ഞാൻ എൻ്റെ വീട്ടുകാരോട് അങ്ങനെ സംസാരിക്കുന്നു എന്നുള്ളത് ആ രീതിയിൽ തന്നെ എടുക്കുന്ന വീഡിയോയാണ്. അപ്പോൾ പിന്നെ അതിൽ ആർട്ടിഫിഷ്യലായിട്ട് എൻ്റെ മുന്നിൽ ഇത്രയും പേര് ഇരിപ്പുണ്ട്, അപ്പോൾ എനിക്ക് കുറച്ചുകൂടി സ്റ്റാൻഡേർഡായിട്ട് സംസാരിച്ചാൽ മതിയാകും എന്നുള്ള രീതിയിലൊന്നും ഞാൻ അങ്ങനെയൊന്നും നിൽക്കുന്ന വ്യക്തിയേ അല്ല. പിന്നെ അതുകൊണ്ട് നമ്മളെങ്ങനെ പോകുന്നു അങ്ങനെയൊക്കെ തന്നെ പോകുന്നു. ഞാൻ ഇങ്ങനെയൊക്കെ നിന്നതുകൊണ്ടാണ് എനിക്ക് നിങ്ങളിൽ ഒരാളായിട്ട് തന്നെ സ്വീകരിച്ചത്. അല്ലാണ്ട് ഞാനൊരു ടീച്ചിങ് ഒരു രീതിയിലോ അല്ലെങ്കിൽ എൻ്റെ പ്രൊഫഷൻ്റെ ഭാഗമായിട്ടോ ഒക്കെ നിന്ന് സംസാരിക്കുകയാണ് എങ്കിൽ ഈ ഒരു ഗെറ്റപ്പിൾ സെറ്റപ്പിൽ നിന്ന് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ശരിയല്ലേ? അല്ലെങ്കിൽ എന്നെ നേരിട്ട് കാണുന്നവരുടെ അടുത്തൊക്കെ ആ രീതിയിലൊക്കെ എന്നിട്ട് ചില ആളുകളൊക്കെ ഉയർന്ന പൊസിഷനിലൊക്കെ ഇരുന്നിട്ട് സംസാരിക്കാൻ വരുമ്പോൾ വളരെ വെയിറ്റൊക്കെ ഇട്ട് വന്നിട്ട് ശരി ഓക്കെ ചേച്ചി ഞാൻ ചേച്ചിയുടെ വീഡിയോ ദിവസങ്ങളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇഷ്ടപ്പെടുന്നവരോട് വരും ശരി ഓക്കെ എന്ന് പറഞ്ഞാൽ ആ ഒരു ദൂരത്തിൽ നിന്നിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും പിടിക്കുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ അടുക്കള സെറ്റപ്പിലൊക്കെ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെയൊക്കെ മതി. പിന്നെ ഞാൻ ആർട്ടിഫിഷ്യലായിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴൊക്കെയാണ് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്നത്. ആർട്ടിഫിഷ്യലായിട്ട് എനിക്കിത് വീട്ടുകാരോട് സംസാരിക്കാൻ അറിയാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ വീഡിയോ എടുക്കുന്നു. ഒരു ടീച്ചർ എന്ന നിലയിലുള്ള വീഡിയോ ഒക്കെ ഇടുവാണെങ്കിൽ വല്ല എഡ്യൂക്കേഷണൽ വീഡിയോസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോളജ് തരുന്ന വീഡിയോസ് വേണ്ടിയിടാൻ അതൊക്കെ ഇട്ട് നമ്മൾ ഇതിനകത്ത് പയറ്റിയത് ആ മക്കളെ ഒന്നും അങ്ങോട്ട് ക്ലച്ച് പിടിച്ചില്ല. എന്നെ എല്ലാവർക്കും കാണാൻ ഇഷ്ടം ആ ഒരു 1 മിനിറ്റ് വീഡിയോയിലാണ്. അത് നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് ഇടാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല. കാരണം അതിലുള്ള സമയം അതിപ്പോൾ കിട്ടാറില്ല. പിന്നെ നമ്മൾ ഇടയ്ക്കൊക്കെ ഇടും. പിന്നെ സ്ഥിരമായിട്ടിടുമ്പോൾ എല്ലാവരും ചിലർ വന്നിട്ട് അയ്യോ ഇത് ആവർത്തന വിരസതയാണെന്ന് പറയും. വെറുതെ എന്തിനാ? അതുകൊണ്ട് നമ്മൾ അതൊക്കെ വല്ല കാലത്തൊക്കെ ആയിട്ട് വരാം. ഞാനാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഇവിടെ പാത്രം തെക്കുകയാണ്. കാരണം കുക്ക് ചെയ്യേണ്ട യാതൊന്നും ആവശ്യമില്ല. ഞാൻ എങ്ങനെ 1 മിനിറ്റ് വീഡിയോ എടുക്കും എനിക്കറിയാൻ പാടില്ല. സിങ്ക് നിറച്ച് വെള്ളം എന്നിട്ട് ഞാൻ പാത്രങ്ങളെല്ലാം കൂടെ സിങ്കിനകത്തേക്കിട്ട് വെള്ളം ഒഴിച്ചിട്ട് അങ്ങ് പോയി. അല്ലെങ്കിൽ എല്ലാം കൂടെ ഉണങ്ങി പിടിച്ചിരിക്കുന്നേ. അതുകൊണ്ട് അങ്ങനെ പണിയെല്ലാം കഴിഞ്ഞ് ഞാൻ ഇന്നാണെങ്കിൽ ഒന്ന് ഫ്രീ ആകാമെന്നൊക്കെ വിചാരിച്ചു. അതുകൊണ്ടാണ് കേട്ടോ.
പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞാൽ തന്നെ പകുതി സമാധാനമായി. എല്ലാം കഴുകി എവിടെയെങ്കിലുമൊക്കെ കഴുകി വെച്ച് അത് അവിടെ ഇടാം. ഒരുമാതിരി എല്ലാം കഴുകി. ഒത്തിരി പാത്രങ്ങൾ കഴുകാൻ വരും, അതാ കുഴപ്പം. നമ്മൾ എന്നാണെങ്കിലും 2-3 കൂട്ടം കറി ഉണ്ടാക്കും. പിന്നെ അത് ഉണ്ടാക്കുന്ന പാത്രങ്ങളെല്ലാം വരും. പിന്നെ ഈ കറിയെല്ലാം കൂടെ വേറെ പാത്രത്തിലേക്ക് പകർന്നിട്ട് കഴിക്കാൻ നേരത്തെ ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ വരും ഒരു സെറ്റ് പാത്രം. എന്തോ ചാടി പൊത്തോന്നൊരൊച്ച കിട്ടും. അങ്ങനെ പാത്രങ്ങളെല്ലാം കൂടെ വരും. അതിൻ്റെ ഇടയ്ക്ക് സിങ്ക് കഴുകണം. ഞാൻ ഏറ്റവും വലിയ സങ്കടം എന്താണെന്നറിയാവോ? നമ്മളിത് തുടയ്ക്കും, വീണ്ടും അഴുക്കാകും, പിന്നെയും തുടയ്ക്കും, പിന്നെയും അഴുക്കാകും. അടുക്കള കയറി പണി ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചാടാതിരിക്കത്തില്ലല്ലോ. എനിക്കിപ്പോൾ മെയിനായിട്ടുള്ള പണി ഇതൊക്കെ തന്നെയാണ്, ഈ തൂത്തുതുടപ്പ. കുക്കിങ്ങിനേക്കാളും കൂടുതൽ ഞാൻ ചെയ്യുന്നത് ഇപ്പം എനിക്ക് തോന്നുന്നു ആ ജോലിയൊക്കെ ആണെന്ന്. അപ്പം ഇതൊന്ന് കഴുകി വെക്കണം. നല്ല ജോലി വെക്കുന്നത് തൈരിട്ടത്. അപ്പോൾ തൈര് മോരൊക്കെ പുളിപ്പിക്കാനായിട്ട് ഞാൻ ഒരു ചില്ലിൻ്റെ ഒരു പാത്രം ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ അതങ്ങനെ എടുത്തു കൊടുക്കും. അപ്പം പിന്നെ ചേട്ടനാണ് ഈ തൈരൊക്കെ പുളിപ്പിക്കാൻ വെക്കുന്ന കക്ഷി. ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് തൈര്. അപ്പം ഈ ചട്ടി എന്താണെങ്കിലും ഇപ്പം എടുക്കേണ്ടി വരും. നല്ല തക്കാളി കറി ഉണ്ടാക്കിയിട്ട് ഒത്തിരി ബാക്കി വന്നു. ഞാൻ 2 ദിവസത്തേക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ്. അത് ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞപ്പം ഇന്നലെ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. നമ്മൾ രാവിലെ ചപ്പാത്തി ബ്രേക്ക്ഫാസ്റ്റിന് കറി നമുക്ക് ചിക്കൻ കറി ഉണ്ട് കേട്ടോ. ഇന്നലെ വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കിയതാണ് ചിക്കൻ കറി. ചേട്ടൻ ഒരു നേരം ചോറ് കഴിക്കത്തുള്ളൂ. പിന്നെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ഞാൻ ചേട്ടനോട് പറയാതെ ചിക്കൻ വാങ്ങിച്ച് കറി വെച്ചതാട്ടോ. പിന്നെ നമ്മുടെ വഴുതനങ്ങ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയത് അതിങ്ങനെ കുഴന്ന് കുഴഞ്ഞു പോയി. എന്നാലും നല്ല സൂപ്പർ. ഞാൻ എണ്ണയൊന്നും ഇല്ലാണേ. അപ്പോൾ അത് തക്കാളിക്കറി ഇന്നലെ ഉണ്ടാക്കിയ തക്കാളിക്കറി ഉണ്ടാക്കിയപ്പോൾ ഭയങ്കര ഒരു കോമഡി ഉണ്ടായി. കാരണം ഞാൻ രാവിലെ തന്നെ തക്കാളിയും പച്ചമുളകും സവാള എല്ലാം കൂടെ അരിഞ്ഞ് വേവാൻ വെച്ചിട്ട് തേങ്ങയൊക്കെ ചിരകി വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത്, ദൈവമേ കറണ്ട് ഇല്ലല്ലോ. അന്ന് രാവിലെ തന്നെ 8 മണിക്ക് ഇന്നലെ കറണ്ട് പോയി. KCBയിൽ ഞാൻ വിളിച്ചു വെച്ചാൽ പറഞ്ഞു ടച്ചൊക്കെ വെട്ടി കളയുക. അപ്പോൾ വൈകിട്ട് 5 മണി ഞാൻ കറണ്ട് വരാനാണ്. അപ്പോൾ തേങ്ങ അരയ്ക്കാനായിട്ട് യാതൊരു മാർഗ്ഗവും കണ്ടില്ല. അങ്ങനെ ഞാനും ആൻസൂട്ടനും കൂടെ ഒരു പണി ചെയ്തു. അങ്ങനെ ഞാനും ആൻസൂട്ടനും കൂടെ കൂടിയിട്ട് നമ്മുടെ ആരകളും തറ ഒന്ന് കഴുകി വൃത്തിയാക്കി മിനുക്കി എടുത്തിട്ടോ. ഇവരാണി മൊത്തം പൊടി പിടിച്ചെടുക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ അരയ്ക്കാറൊന്നുമില്ല. ഇത് വാങ്ങിയിട്ടിട്ട് ജീവിതത്തിൽ പിന്നെ അവർ അരച്ചിട്ടില്ലെന്ന് ചേട്ടൻ പറഞ്ഞു. ഷോയ്ക്ക് വാങ്ങിയിട്ടതാണ്. ഒരു വീടായിട്ടുണ്ടെങ്കിൽ അരകളിലൊക്കെ വേണമല്ലോ എന്നോർത്തങ്ങ് വാങ്ങിയിട്ടത്. അപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായി ഇത് അരച്ചിട്ടൊന്നും ഇല്ലയെന്ന് മനസ്സിലായി. അത്രയ്ക്ക് നല്ല നടുഭാഗമൊക്കെ നല്ല കൂർത്തിരിക്കുന്നു. അരച്ച ഒരു കല്ലാണെങ്കിൽ ഇവിടെയെല്ലാം നന്നായിട്ട് കുഴിഞ്ഞു വരും. അപ്പം മരകല്ലും അതിൻ്റെ പിള്ളക്കല്ലും കൂടെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി അതെല്ലാം അങ്ങോട്ട് ഇതെങ്ങോടെ ഉരുണ്ട് പോകണം. ഇവിടെ അങ്ങനെ ഇരിക്കുക. നിൻ്റെ കാര്യമായി പറയുന്നത്. നാണം വരുന്നുണ്ടോ? അപ്പം ഞാനും ആൻസൂട്ടിനോട് കൂട്ടിയിട്ട് ഈ കല്ലൊക്കെ അങ്ങോട്ട് തേച്ച് വൃത്തിയാക്കി വെച്ചു. അപ്പോൾ ഈ അരകല്ലും തറ ഇരിക്കുന്ന ഈ ഭാഗം എന്ന് വെച്ചാൽ ഈ ഭാഗത്ത് തന്നെയായിട്ടാണ് വാഷിംഗ് മെഷീൻ. അപ്പോൾ നമ്മൾ കുറച്ച് തുണിയൊക്കെ ഇന്നലെ അലക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതെല്ലാം കൂടെ വലിച്ച് അടിച്ചാൽ ഇനിയിപ്പോൾ ഉണങ്ങാനായിട്ട് കൊണ്ടുപോയി മിറ്റത്തിടണം. മിറ്റത്ത് ഈ മിറ്റിൽ വിരിച്ചങ്ങോണ്ടേ അതിൻ്റെ മണ്ടയ്ക്ക് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. പിന്നെ ഡ്രൈ ആയി കിട്ടുന്ന തരത്തിലുള്ള വെയിലാണ്. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഇപ്പം ഞാനിന്നലെ ഇത് അലക്കിയ കൂട്ടത്തിൽ എൻ്റെ ഒരു വെള്ള ചുരിദാറും കൂടെ കൂടുതൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ള ചുരിദാർ നല്ല ഡ്രസ്സുകളൊക്കെയാണ് കേട്ടോ അലക്കാനായിട്ട് ഇട്ടത്. അപ്പോൾ വെള്ള ചുരിദാറിന് കളറൊന്നും മാറിയിട്ടില്ല എന്ന് തോന്നുന്നു. എന്താണെങ്കിലും നമ്മൾ ഇതെല്ലാം കൂടെ അലക്കിയത് ഇനിയിപ്പം മുറ്റത്ത് കൊണ്ടുപോയി ഇടണം. അങ്ങനെ നമ്മൾ ബാക്കിയെല്ലാം കൂടെ എടുത്ത് ഇപ്പം മുറ്റത്ത് കൊണ്ടുപോയി ഇടാൻ പോകുന്ന കാഴ്ചയാണ് സുഹൃത്തുക്കളെ കാണുന്നത്. വാ ഒരുപാട് കിടന്ന് കറക്കണ്ട. വാ, കാതിലടച്ചില്ലല്ലോ. അപ്പോൾ അതാ ബാസ്കറ്റ് ചെറുക്കനോടൊപ്പം നമ്മുടെ ബൊമ്മാസിൻ്റെ കാലിൻ്റെ അടിയിൽ എന്തോ ഒരു ഇത് കൊണ്ടിട്ടൊരു ചെറിയൊരു നീര് പോലെ വന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മുടെ ബൊമ്മാസ് ഇപ്പം നടക്കാൻ പോകാത്തത്. അവനല്ലാതെ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. നമ്മളാണെങ്കിൽ ഇവിടെ ഇന്നലെ ഈ ഭാഗമെല്ലാം നന്നായിട്ട് അടിച്ച് തേച്ച് കഴുകിയിട്ടുണ്ടായിരുന്നു. ബൊമ്മാസേ കുഴപ്പമൊന്നുമില്ലല്ലോ, ചെറിയൊരു കാലുവേദനയല്ലേ ഉള്ളൂ, അതങ്ങ് മാറി കിട്ടുമെന്ന്. എൻ്റെ പൊന്നോ, ഇതൊക്കെ ഒരു കുട്ടനാണോന്നേ. ബൊമ്മാസേ അല്ല, അവള് ബൊമ്മാസിനെ ഇവിടെ ആയിട്ട് കിടത്തിയ ബാസ്ക്യം ഉണ്ടല്ലോ, അതുകൊണ്ട് രണ്ടുപേരും കൂടെ വർത്താനൊക്കെ പറഞ്ഞ് അവിടെയും കിടന്നു. അവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കുമ്പോൾ മാറിക്കോളൂ കേട്ടോടാ. ഉറങ്ങുവാണോടാ? പിന്നെ നമ്മളിങ്ങനെ തലോടി കൊടുത്താൽ മതി, അവൻ അപ്പം കിടന്ന് ഉറക്കം പിടിക്കും. ബൊമ്മാസേ അയ്യോ, പൊളിഞ്ഞ് വന്നപ്പോൾ വയറ് കുളത്തിൽ പിടിച്ച്. പിന്നെതാ ആ നടക്കുന്ന കക്ഷി എല്ലാവർക്കും മനസ്സിലായല്ലോ.
ആ കക്ഷിയാണ് നമ്മുടെ സ്വീറ്റി. പിന്നെ നമ്മൾ മൈൻഡ് ചെയ്യാത്തത് കൊണ്ട് സങ്കടപ്പെട്ട് കിടക്കുകയാണോ തണുപ്പടിച്ച് കിടക്കുകയാണോ എന്നൊന്നും അറിയത്തില്ല. അവിടെ ഒരു കക്ഷി കിടക്കുന്നുണ്ട്. ബാസ്ക്യോ ഡോഗ് ഫുഡൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് വിശ്രമിക്കുന്ന കക്ഷിയായത്. ഈ കക്ഷിക്ക് ഇച്ചിരി ചിക്കനും മട്ടനൊക്കെ വാങ്ങിച്ച് വേവിച്ച് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു കേട്ടു ഈ കക്ഷിക്ക്. എൻ്റെ പൊന്നോ, ഈ കക്ഷിക്ക് ഈ കുഞ്ഞു ചെവിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവൻ്റെ. 2 കുഞ്ഞു ചെവിയുണ്ട് അവന്. അല്ലടാ അല്ലടാ. ഓ എൻ്റെ പൊന്നോ, തൊട്ട വഴി മറിഞ്ഞങ്ങ് വീണോ. അവിടെ കിടന്നോ. അവിടെ ഉറക്കം പിടിച്ചു. നമ്മളൊന്ന് തലോടിയാൽ മതി, അപ്പം കിടന്നുറങ്ങും. നല്ല ഉറക്കമല്ലേ നോക്കി. പിന്നെ നമ്മുടെ വാഴക്കലയൊക്കെ പഴുത്തു കേട്ടോ. വാഴക്കലയൊക്കെ ഒരു സൈഡിൽ നിന്നൊക്കെ പഴുത്തു. നമ്മുടെ വീടിൻ്റെ അടുത്തൊരു കടയുടെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ വൈകിട്ട് ആ കടയിൽ ഇങ്ങനെ കയറിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ പോയപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നാണ്. എന്തായാലും വാങ്ങണ്ടേന്ന് ഓർത്ത് പോയതല്ല. അപ്പോൾ എന്തായാലും വാങ്ങണ്ടേ. അങ്ങനെ കുറച്ച് ഏത്തപ്പഴം വാങ്ങിച്ചുകൊണ്ട് വന്നത് 2-3 കിലോ ഉണ്ടെന്ന് തോന്നുന്നത്. അപ്പോൾ ഇത് ചെറിയ കായാണ്, നല്ല നാടൻ ഏത്തപ്പഴമാണ്. അപ്പോൾ വൈകിട്ട് പുഴുങ്ങാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ 2 അടുത്ത് പഴംപൊരി ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടൻ വൈകിട്ട് വരുമ്പോഴത്തേക്കും നമുക്കിതിന് പഴംപൊരിയൊക്കെ ഉണ്ടാക്കി ചായയൊക്കെ ഉണ്ടാക്കി വെക്കാം. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ വന്നപ്പോഴത്തേക്ക് ആൻസൂട്ടിൻ്റെ ഇറക്കും. ഇപ്പം നമ്മളത്ര വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമല്ലായിരുന്നു. ആ സമയമായപ്പോഴത്തേക്ക് ആൻസൂട്ടൻ്റെ തുണിയൊക്കെ എടുത്തുകൊണ്ട് പോയി വിരിക്കലും തുടങ്ങി. വെയിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടാറ് വെയിലാണ് കേട്ടോ. ഭയങ്കര ചൂടാണ്. ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും ചൂടങ്ങ് കൂടും. ഈ സമയത്തെ കുറച്ച് ഐസ്ക്രീമൊക്കെ കഴിക്കാൻ കിട്ടേണ്ടത്. അപ്പോൾ ഉച്ചയ്ക്ക് ചേട്ടൻ വരുവാണ്ട് 2 ഐസ്ക്രീം എടുത്തുകൊണ്ട് വരാൻ പറയണം. ചോറ് കഴിക്കാൻ എന്താണേലും വരണം എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പം ഞാൻ ആൻസൂറിനെ കൊണ്ട് വിരിക്കാതെ ഞാനിങ്ങനെ കൂടിയിട്ട് അയ്യതേ മണ്ണിലിട്ട് വലിക്കില്ലേ. കുടഞ്ഞപ്പോൾ മണ്ണിലേക്ക്. നീ തന്നെയാണോ വിരിക്കണേ മൊത്തം? എന്നാൽ പിന്നെ നീ വിരിച്ചു. എനിക്ക് പോന്നെ ഞാൻ വെയിലത്തോ പോടാ ഇറക്കാമെന്നാ. എടാ നിൻ്റെ മമ്മി കറുത്ത പോടാ, നിനക്ക് നാണക്കേടല്ലേടാ. നിൻ്റെ മമ്മി ഐശ്വര്യ റായിനെ പോലെ ഇരിക്കണ്ടേ? വേണ്ടേ? അവൻ എന്നെ തൊടിയിക്കുന്നില്ല. ഞാൻ വിരിക്കട്ടെ? ഈ ചെറുക്കൻ അങ്ങനെയാണ്. ചില സമയത്ത് ഈ ചെറുക്കന് വട്ട് കയറും. വട്ടൻ തുടരുത്. ഞാൻ വിരിക്കാം, നീ പിടിച്ചോട്ടോ. എന്നാടാ എന്തെങ്കിലും ചെയ്യാ. പെട്ടെന്ന് ഉണങ്ങി കിട്ടണമല്ല. എൻ്റെ ഈ ഒരുമാതിരി ചുരിദാർ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു വാട്സപ്പിൽ എൻ്റെ ഒരു ഫ്രണ്ട് സ്റ്റാറ്റസ് ഇട്ടിരിക്കുന്നുണ്ട്. എൻ്റെ മനസ്സിനകത്ത് അതിങ്ങനെ കയറിപ്പോയിട്ട് 87654321 സ്റ്റാറ്റസ് 87654321. ഇതിലെത്ര എന്തിരിക്കുന്നു എന്നല്ലേ ചിന്തിച്ചത്. അതിലുണ്ട് കാര്യം. എന്താണെന്നറിയാവോ? 8 ലിറ്റർ വെള്ളം കുടിക്കണം. ഒരു ദിവസം 8 ലിറ്റർ വെള്ളം കുടിക്കണം. 7 മണിക്കൂർ ഉറങ്ങണം. 6 ദിവസം ജോലി ചെയ്യണം. 5 അക്ക ശമ്പളം വാങ്ങണം. ഒരു മനുഷ്യന് ജീവിക്കാനുള്ള കാര്യങ്ങളാണ്. 5 അക്ക ശമ്പളം, 5 അക്കം, അതായത് 10,000-ന് മുകളിലേക്ക്. പിന്നെ 4 ചക്ര വാഹനം വേണം ഒരു മനുഷ്യന്. 3 ബെഡ്റൂമുള്ളൊരു വീട് വേണം. 2 കുട്ടികൾ വേണം. ഒരു ജീവിത പങ്കാളി വേണം. നോ ടെൻഷൻ ആയിരിക്കണം. ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നോ ടെൻഷനായി. അപ്പം അധികം അങ്ങ് ആർഭാടങ്ങളിലേക്കൊക്കെ പോകാതെ 8 ലിറ്റർ വെള്ളം കുടിച്ചാൽ തന്നെ ആരോഗ്യം കിട്ടും. 7 മണിക്കൂർ ഉറങ്ങിയാൽ ആരോഗ്യം കിട്ടും. 6 ദിവസം ജോലി ചെയ്യുക, സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. ഒരു ദിവസം റെസ്റ്റ്. അതുപോലെ തന്നെ 5 അക്ക ശമ്പളം കിട്ടുന്ന 5 അക്ക ശമ്പളം മാസ വരുമാനമാക്കി എടുക്കുക. അതുപോലെ തന്നെ 4 ചക്ര വാഹനം ഉണ്ടെങ്കിൽ ഫാമിലിക്ക് ഇതിൽ വേണമെങ്കിലും പോകാൻ പറ്റും. 3 ബെഡ്റൂമിൻ്റെ ഒരു വീട്, അത് മാത്രം മതിയില്ലേ. അപ്പനും അമ്മയ്ക്കും കിടക്കാൻ ഒരു മുറി, മക്കൾക്ക് കിടക്കാൻ ഒരു മുറി, അല്ലെങ്കിൽ അപ്പനും അമ്മയ്ക്ക് കിടക്കാൻ ഒരു മുറി, ഒരു മോന് അല്ലെങ്കിൽ ഒരു മോള്, 2 മക്കൾക്ക് കിടക്കാൻ ഓരോ മുറികൾ, അത് ധാരാളം മതി. പിന്നെ വിരുന്നുകാരൊക്കെ വരുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്താൽ മതിയല്ലോ. പിന്നെ ഇപ്പം അങ്ങനെ ആരാല്ലേ, ഏതെങ്കിലും വിരുന്നുകാർ വന്ന് എവിടെയെങ്കിലുമൊക്കെ താമസിക്കാറുണ്ടോ? അതിനൊന്നും ഇപ്പോൾ ആർക്ക് സമയമില്ലാണ്ടായിപ്പോയി. പിന്നെ 2 കുട്ടികൾ ഏറ്റവും നല്ലത്. കാരണം പറഞ്ഞാൽ ഒരു കുട്ടി ഒറ്റപ്പെട്ട് കഴിയുമ്പോൾ അവന് ഷെയർ ചെയ്യാനുള്ള മനോഭാവം ഉണ്ടാവത്തില്ല, അതിന് പരസ്പര സ്നേഹം കിട്ടത്തില്ല. അപ്പം അതിലേക്കൊക്കെ ഏറ്റവും നല്ലത് 2 കുട്ടികളുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു ജീവിത പങ്കാളി, 2 ജീവിത പങ്കാളി, അത് വേണോ വേണ്ടതെന്ന് ജീവിത പങ്കാളികൾ തീരുമാനിക്കണം. പിന്നെ നോ ടെൻഷൻ, ഒരു ടെൻഷനും ഇല്ലാത്തൊരു ജീവിതം. നോർമലായിട്ട് ഒരു ഫാമിലിക്ക് ജീവിക്കാൻ ഇതൊക്കെ മതിയാകൂലേ. എനിക്ക് സ്റ്റാറ്റസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മളെപ്പോഴും ഓർത്തിരിക്കും ആ ഒരു നമ്പേഴ്സ് ഉള്ളത് കൊണ്ടേ. 10 ഉണ്ടോടാ? അയ്യോ എൻ്റെ കൈ പോയി. 10 ഇവൻ്റെ അടുത്തിരിക്കാൻ കൊള്ളത്തില്ല. എൻ്റെ പൊന്നോ, ഞാൻ ജലദോഷം, മൂക്കടപ്പ്, തൊണ്ടവേദന ഇതൊക്കെ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ ഇരുന്നത്.
ഇപ്പം ഈ തുണിയൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടണം, അതൊക്കെ എടുത്ത് വെക്കണം, വെള്ളമൊക്കെ കഴിക്കണം, അതൊക്കെ തന്നെയുള്ളൂ. ഉച്ചയ്ക്ക് ചേട്ടൻ ചോറുണ്ണാൻ വരും. അപ്പോൾ ഉച്ചയ്ക്ക് ചേട്ടൻ വരുമ്പോൾ നമുക്ക് ബാക്കി വീഡിയോ ചേട്ടൻ അങ്ങനെ ഉച്ചയ്ക്ക് ചോറുണ്ണാൻ വന്നിരിക്കുകയാണ്. സുഹൃത്തുക്കൾ ചോറുണ്ണാൻ വന്നിരിക്കുകയാണ്. എന്തോന്നാ ആൻസുകൂട്ടനാണെങ്കിൽ എൻ്റെ ഈ സൈഡ് ആണ്ട പോയി. ആൻസുകൂട്ടനാണെങ്കിൽ ഇതാ ഇവിടെ ഇരുന്നിട്ട് ചിക്കൻ കാല് കടിച്ച് പറിക്കുകയാണ്. ടി വിയിലാണെങ്കിൽ മഴവിൽ കാവടി സിനിമ ഇങ്ങനെ ഓടി തകർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളിതാ ചോറുണ്ണാൻ തുടങ്ങിയാണ് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഞാൻ കിടന്നൊന്ന് ഉറങ്ങിപ്പോയി. അതിനുശേഷം ആൻസൂട്ടൻ വീഡിയോയൊക്കെ കണ്ടുകൊണ്ടിരുന്നു. അന്നത്തേക്ക് ചേട്ടൻ വന്ന് കോളിംഗ് ബെല്ലടിച്ചു. ചേട്ടൻ കുറച്ച് കുടംപുളിയുമായിട്ടാണ് വന്നത്. കുടംപുളി ഐസ്ക്രീം കൊണ്ടുതരാൻ പറഞ്ഞിട്ട് കൊണ്ടുവന്നില്ല, മറന്നുപോയി നോക്കും. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇരിക്കുന്നുണ്ട്. ചോറുണ്ണോ ചേട്ടൻ ചോറിൻ്റെ ഇപ്പോൾ തെണീറ്റ് പോകും. അതിന് മുമ്പേ തന്നെ ഞാനും കഴിക്കട്ടെ. ചേട്ടൻ ചോറിൻ്റെ ഇപ്പോൾ എഴുന്നേറ്റ് പോകും. കടയിൽ പോകൂലേ? കടയിൽ ഞാൻ ഉറക്കമായതുകൊണ്ടാണ് കേട്ടോ സൗണ്ടൊക്കെ കുഴഞ്ഞു പോണത്. എന്താന്ന് അല്ലെങ്കിൽ എനിക്ക് നെഗറ്റീവ് കമന്റ്സ് വരും. ഒന്നാമത്തെ കാര്യം, ഞാൻ ഇച്ചിരി സ്ലോയിലാണ് സംസാരിക്കുന്നത്. ചേട്ടനാണെങ്കിൽ സൂപ്പർ ഫാസ്റ്റ് പോകുമ്പോഴാണ് പറയണത്. ഒരാൾ ജെറ്റ് എയർവേസ്, ഒരാൾ ഇന്ത്യൻ എയർവേസ്. അതുകൊണ്ട് എന്റെ സൗണ്ട് ഒന്ന് കൂട്ടിയിടാനായിട്ട് ടൈമിങ് സെറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കൂല. ചേട്ടൻ പറയണൊന്നും മനസ്സിലാക്കാൻ പറ്റൂല. എനിക്കാണെങ്കിൽ സ്പീഡിൽ കൊടപെടാന്ന് പറയാനും അറിയാൻ പാടില്ല. ഞാൻ പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഇങ്ങനെ കുഴഞ്ഞൊക്കെ ഇരിക്കും. അപ്പൊ സ്ഥലപ്പേര് പറഞ്ഞാട്ടോ, ഇവിടെ അടുത്ത പ്ലേസ് അകലെയുള്ള പ്ലേസ്. പിന്നെ ചേട്ടന് ഭയങ്കര സപ്പോർട്ടാ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഉടനെ ചേട്ടന് സിനിമയിൽ എടുക്കുമെന്നൊക്കെ പറയുന്നത് കേട്ടു. എന്റെ എനിക്ക് വയ്യ, ഞാനൊക്കെ പുറന്തള്ളി പിന്നോക്കാവസ്ഥയിലായി. പിന്നോക്ക വിഭാഗത്തിലേക്ക് പോയി. ചേട്ടനൊക്കെ മുന്നോക്ക വിഭാഗത്തിലേക്ക് പോയി. എനിക്കല്ലേ എന്തിനു ചേട്ടൻ മുന്നോക്കാവസ്ഥയിൽ നിൽക്കുമ്പോൾ ഞാൻ എന്തിനു പോയി റേഷൻ കട പോകണം? ഞാൻ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റുകളിൽ കൂടി പോയാൽ പോരെ? എന്താ വേണ്ടത്? ആ ചിക്കൻ മാത്രം തിന്നിട്ട് ഇന്ന് തരാൻ പറഞ്ഞു. ഞാൻ എവിടെ നിർത്ത് തരും? ചിക്കൻ മൊത്തം കോരി ഞാൻ മാറ്റി. ഇങ്ങോട്ട് ആ പാത്രം അതിൻ്റെ അടുത്തേക്ക് വാ. ഭക്ഷണം കൈ കൊടുത്ത് തന്നെ പിന്നെ ഭക്ഷണം കഴിക്കുന്നില്ലേ? ആ ശരിക്കും കഴിക്കണം. പ്രത്യേകിച്ച് ചേട്ടനൊന്ന് കാണാൻ വേണ്ടി ഇങ്ങനെ കഴിക്കണമല്ലോ. അവനിപ്പോൾ നന്നായിട്ട് ആഹാരം കഴിക്കുന്നുണ്ട്. നോക്കി ആൻസ് അടുത്ത ജൂൺ മാസം ആകുമ്പോഴത്തേക്ക് ആൻസ് പൊക്കോൻ വയ്ക്കും, ആൻസിൽ വണ്ണോ വയ്ക്കും. അത് കൊടുക്കുന്നതിന് കൊല്ലാൻ കഴിയാം. തൂക്കമൊക്കെ വെച്ച് കഴിയും. ഇടയ്ക്കിടയ്ക്ക് തൂക്കം നോക്കണം കേട്ടോ. അപ്പം ഞാൻ കഴിക്കട്ടെ, ചേട്ടനെ ചോറിൻ്റെ വന്നിട്ടേ ചേട്ടൻ കിടന്ന് ഉറങ്ങിപ്പോയി. ആൻസോട്ടിന് ആ സമയത്ത് ചേട്ടൻ്റെ ഫോണിനകത്ത് ഗെയിമൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടേക്കണം. എൻ്റെ ഫോൺ ഞാൻ കൊടുക്കത്തില്ല. ഇതിനകത്ത് സ്പേസ് കുറവായതുകൊണ്ടും ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ഉള്ളതുകൊണ്ടും ഞാൻ കൊടുക്കത്തില്ല. അപ്പം ചേട്ടൻ്റെ ഫോണിനകത്ത് ആൻസോട്ടൻ ഗെയിമൊക്കെ എടുക്കുന്ന. ഇവിടെ ഒരാളാണെങ്കിൽ കറണ്ട് പോയപ്പോൾ നിലത്ത് കിടന്ന് ഉറങ്ങുമായിരുന്നു. അത്തേക്ക് ഞാൻ ഫാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, കറണ്ട് വന്നു. നല്ല ഉറക്കാൻ കേട്ടോ, നല്ല ഉറക്കമാണ്. കുട്ടികളൊക്കെ ഉറങ്ങട്ടെ, കുട്ടികളൊക്കെ കളിക്കട്ടെ. കട്ട പോസ്റ്റ്. ഹലോ ഒന്ന് നോക്ക. അങ്ങനെ ഉറക്കം കഴിഞ്ഞ ചേട്ടൻ എഴുന്നേറ്റുള്ളൂ. ഇത് പുറകിലൊരാൾ താഴേക്ക് കൈയൊക്കെ കൊടുത്ത് ചിരിച്ചുകൊണ്ടിരിക്കണതൊക്കെ. ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് 5 മിനിറ്റ് ഇവിടെ ഇരുന്നിട്ട് പോവുകയാണെങ്കിൽ ആ ഉറക്കക്ഷീണമൊക്കെ ഒന്ന് മാറി കിട്ടും. മഴക്കാർ എന്നും ഇങ്ങനെ കയറും. നോക്കിക്കേ ചേട്ടാ, വെയിൽ കംപ്ലീറ്റ് പോയി. മഴ പെയ്യും. ഇത്രയും ചൂടായിട്ട് ഭൂമി നിർത്തൂല. ഭയങ്കര ചൂടായത്. ഉറങ്ങുവാണ് ചേട്ടായിരുന്നു, ഉറങ്ങുകയാണ്. ആനസൂട്ടാ എന്നതാ ആലോചിക്കണേ? ഇപ്പൊ ചേട്ടൻ ചോറുണ്ണാൻ വന്നിട്ട് പോവാണ്. ചൂട് സഹിക്കാൻ പറ്റാത്തതിനാലും ഇനി അധികം
ഇരുന്ന് വേർക്കേണ്ട എന്ന് വിചാരിച്ചതിനാലും നമ്മളിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ വീണ്ടും പുതിയ വിശേഷം നിന്നെ കാണാൻ വേണ്ടടാ. അപ്പോൾ വീണ്ടും പുതിയ വിശേഷം പുതുത്തെ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ബൈ.